നമസ്കാരം. ഇന്ന് 24-ാമത്തെ ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസായി. എല്ലാവരും എല്ലാ ദിവസത്തെ പ്രാക്ടീസും ചെയ്യണം. എല്ലാ ദിവസവും ഡേ 1ഉം ഡേ 2ഉം ആവർത്തിക്കണം. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി ബ്ലെസ്സിങ്ങിനെ കൗണ്ട് ചെയ്ത് നിങ്ങൾ താങ്ക് യു പറയുക രാവിലെ തന്നെ. പിന്നെ ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എടുത്തു വെച്ചിട്ടുള്ളത് വെച്ച് അന്നത്തെ ദിവസം ഓരോ ദിവസം നമ്മൾക്ക് ഉണ്ടാകുന്ന നന്മകളെ കൗണ്ട് ചെയ്യുക. 10 എണ്ണം കൗണ്ട് ചെയ്ത് അതിൽ ഏറ്റവും നല്ലതിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് ഉറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ എല്ലാ ദിവസവും ചെയ്യേണ്ട പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇനി 24-ാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3 ആളുകളുടെ ഫോട്ടോ കളക്ട് ചെയ്തിട്ട് അവർക്ക് ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും വരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നന്ദി പറയുക എന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യത്തെ ആളുടെ ഫോട്ടോ എടുക്കുക. എന്നിട്ട് ഫോട്ടോയിൽ നോക്കിയിട്ട് അവർക്ക് നല്ലത് വരുന്നത്, ഇപ്പോൾ നിങ്ങളുടെ മകനാണെങ്കിൽ മകന് നല്ലൊരു ജോലി കിട്ടുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നന്ദി പറയുക. ആ ജോലി കിട്ടുന്നുള്ള സന്തോഷത്തെ, ജോലി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെ നിങ്ങൾ മനസ്സിൽ അനുഭവിക്കുക. ഏത് ഓഫീസിലാണെങ്കിൽ ആ ഓഫീസിന് നിങ്ങൾ മനസ്സിൽ കാണുക. എങ്ങനെയാണോ മകൻ ഏത് യൂണിഫോമിൽ ആണോ അല്ലെങ്കിൽ ഏത് ക്യാബിനിലാണോ എങ്ങനെയാണോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ മനസ്സിൽ കണ്ട് അങ്ങനെ വന്നതിന് നന്ദി 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 എന്ന് പറയാം. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറൊരാളുടെ ഫോട്ടോ എടുക്കുക. ഇപ്പോൾ അമ്മയുടെയോ അച്ഛൻ്റെയോ ഫോട്ടോ എടുത്ത് അവർക്ക് നല്ല ആരോഗ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ നല്ല ആരോഗ്യത്തോട് ചുറുചുറുക്കോടും കൂടിയിട്ട് പണികളെല്ലാം എടുക്കുന്നതും നിങ്ങളോട് നല്ല പ്രസരിപ്പോടു കൂടി ഇരുന്ന് സംസാരിക്കുന്നതും ഒക്കെ നിങ്ങൾ മനസ്സിൽ ഇമേജിൻ ചെയ്യുക. ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ തന്നെയാണ് നമ്മൾ പലവട്ടം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സംഭവിക്കാൻ പോകുന്നതിനെ മുൻകൂട്ടി മനസ്സിൽ ഇമേജിൻ ചെയ്ത് ചിത്രങ്ങളായി കണ്ട് ഫീൽ ചെയ്യുന്ന പല പ്രാക്ടീസുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾക്കറിയാം മനസ്സിന് ഒരേ ഒരു ഭാഷയെ മനസ്സിലാവുള്ളൂ. ഏത് ഭാഷയാണ്? ഇമേജിനെയാണ് മനസ്സിലാകുന്നത്, ഫീലിങ്ങിനെയാണ് മനസ്സിലാകുന്നത്. അല്ലാതെ തമിഴോ സംസ്കൃതമോ ഇംഗ്ലീഷോ അറബിയോ ഇങ്ങനെയുള്ള ഒരു ഭാഷയും മനസ്സിന് മനസ്സിലാവില്ല. അതിന് ഇമേജായിട്ടും പിന്നെ ഏത് ഇമോഷനാണോ കൊടുക്കുന്നത് വെച്ചാൽ ആ ഇമോഷനാണ് അതിന് മനസ്സിലാകുക. അപ്പോൾ അങ്ങനെയുള്ള ഇമോഷനോട് കൂടിയിട്ടുള്ള ആ ഫീലിങ്ങോട് കൂടിയിട്ടുള്ള ആ സംഭവങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ള അതേപോലെ നമ്മൾക്ക് പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരും എന്നാണ് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ അതേപോലെ മുൻകൂട്ടി ആ കാര്യം സംഭവിച്ചു എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയാം. പിന്നെ 3-ാമത്തെ ആളുടെ ഫോട്ടോ എടുക്കുക. അവർക്ക് എന്താണോ വേണ്ടത്, അവർക്ക് ധാരാളം പണമാണ് വേണ്ടതെങ്കിൽ അവർ നല്ല പണക്കാരായിട്ട് ആ വ്യക്തി നല്ല പണമുള്ള വ്യക്തിയായിട്ട് നല്ല നല്ല കാറുകളിൽ സഞ്ചരിക്കുന്നതും നല്ല വീടുണ്ടാക്കുന്നതും അങ്ങനെ ധനം ഉപയോഗിച്ചുകൊണ്ട് പണം ഉപയോഗിച്ചുകൊണ്ട് വളരെ സുഖകരമായി ജീവിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണാം. ഇതാണ് പ്രാക്ടീസ്.